Hi my dear students, once again welcome back to Limits and Derivatives. നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പല മെത്തേഡിലൂടെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതാണ്. ഏറ്റവും ആദ്യം നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു, പിന്നെ മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ പറഞ്ഞു, പിന്നെ ചില ഫോർമുലകൾ പറഞ്ഞു. ആ ഫോർമുലകൾ വെച്ച് നമ്മൾ ലിമിറ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇത് എല്ലായ്പ്പോഴും നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഫങ്ഷൻസിൻ്റെ ആ ഒരു പ്രത്യേകത അനുസരിച്ചാണ് നമ്മൾ ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ സ്പ്ലിറ്റ് ഫങ്ഷൻസ് ആകാം. സ്പ്ലിറ്റ് ഫങ്ഷൻസ് വന്നാൽ എങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹിയർ ഈസ് ദി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലിമിറ്റ് x tends to 1 fx where fx is equal to x square minus 1 if x less than or equal to 1 minus x square minus 1 if x greater than 1. ഇതിൻ്റെ ഡൊമൈൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ മൈനസ് 1, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ നമുക്ക് എക്സ് 1 എന്നുള്ള പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ ഒന്ന്, റൈറ്റ് സൈഡിൽ വേറൊന്ന്. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഈ ഫംഗ്ഷൻ എൻ്റെ ലിമിറ്റ് എന്തായാലും ലിമിറ്റ് 1ൻ്റെ അടുത്ത്, അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു ഫംഗ്ഷൻ, റൈറ്റ് സൈഡ് വേറൊരു ഫംഗ്ഷൻ, ഇങ്ങനെ വന്നാൽ ഈ ഫംഗ്ഷൻ്റെ ഈ 1 എന്നുള്ള പോയിന്റിൽ ലിമിറ്റിംഗ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ LHL-ഉം RHL-ഉം കണ്ടുപിടിക്കും. സോ LHL at 1, LHL at 1 നമുക്കറിയാം, നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് a tends to 0 f of a minus h എന്നാണ് നമ്മുടെ ഫോർമുല. ഇവിടെ a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. സോ ലിമിറ്റ്, കാരണം ഈ വാല്യൂ ആണ് a എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ. സോ ലിമിറ്റ് a tends to 0 f of 1 minus h. ഇനി വാട്ട് അബൌട്ട് 1 minus h? h ഈസ് എ വെരി സ്മോൾ പോസിറ്റീവ് നമ്പർ ആണ്. അതുകൊണ്ട് 1 minus h എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1നെ കഴിഞ്ഞും ചെറിയ വാല്യൂ ആണ്. 1നെ കഴിഞ്ഞും ചെറുതാണ് എക്സിൻ്റെ വാല്യൂ എങ്കിൽ എഫ് എക്സിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ എഫ് വൈ ആണെങ്കിൽ വൈ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. എഫ് ഓഫ് ഇസഡ് ആണെങ്കിൽ ഇസഡ് സ്ക്വയർ മൈനസ് 1 എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് 1 മൈനസ് എച്ച് ആണെങ്കിൽ എന്ത് വരും മക്കളെ? യെസ്, ഇറ്റ് ഈസ് 1 മൈനസ്, ഇവിടെ എന്ത് വരുന്നു അതിൻ്റെ സ്ക്വയർ, 1 മൈനസ് എച്ചിൻ്റെ സ്ക്വയർ മൈനസ് 1. അതായത് ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1, വൈ ആണെങ്കിൽ വൈ സ്ക്വയർ മൈനസ് 1. സോ 1 മൈനസ് എച്ച് വന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ എഫ് 1 മൈനസ് എച്ച് ആണെങ്കിൽ 1 മൈനസ് എച്ചിൻ്റെ സ്ക്വയർ മൈനസ് 1. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് എച്ചിന് ഡയറക്റ്റ് വാല്യൂ കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. കാരണം ഡിനോമിനേറ്ററോ റൂട്ടോ അങ്ങനെ ഒന്നും ഇല്ലാത്തതിനാൽ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ എച്ചിന് ഡയറക്റ്റ് 0 കൊടുക്കുമ്പോൾ ഇത് 1 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ LHL എന്ന് പറഞ്ഞാൽ 1 ആണ്. മനസ്സിലായല്ലോ മക്കളെ? യെസ്. ഇനി നമുക്ക് സിമിലർലി നമുക്ക് RHL ഒന്ന് കണ്ടുപിടിക്കാം. RHL-ൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ. RHL കണ്ടുപിടിക്കേണ്ട ഫോർമുല ഉണ്ട്. എന്താണ് ഫോർമുല? ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. RHL ഇസ് ഈക്വൽ ടു ലിമിറ്റ് a tends to 0 f of a plus h എന്ന് വെച്ചാൽ എയുടെ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന ലിമിറ്റാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് a tends to 0 f of എയുടെ സ്ഥാനത്ത് 1 ആണ്. സോ ഇറ്റ് ഈസ് 1 plus h ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് a tends to 0, ലിമിറ്റ് a tends to 0 f of 1 plus h. 1 plus h എന്ന് പറഞ്ഞാൽ 1നെ കഴിഞ്ഞ് വലിയ വാല്യൂ, 1നെ കഴിഞ്ഞ് വലുതാണ് എക്സിൻ്റെ വാല്യൂ എങ്കിൽ എഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. എഫ് വൈ ആണെങ്കിൽ മൈനസ് വൈ സ്ക്വയർ മൈനസ് 1. ഇവിടെ എന്ത് വരുന്നു അതിനെ മൈനസ് ഇട്ട് സ്ക്വയർ ചെയ്യും, മൈനസ് 1. അപ്പോൾ ഇവിടെ വരുന്നത് എഫ് 1 പ്ലസ് എച്ച് ആണ്. അപ്പോൾ നമുക്ക് മൈനസ് ഓഫ് ഇവിടെ വരുന്ന എന്താണോ അതിൻ്റെ സ്ക്വയർ മൈനസ് 1. മനസ്സിലായ മക്കളെ? ഇവിടെ എക്സ് ആണെങ്കിൽ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1, ഇവിടെ വൈ ആണെങ്കിൽ മൈനസ് വൈ സ്ക്വയർ മൈനസ് 1, ഇവിടെ 1 പ്ലസ് എച്ച് ആണെങ്കിൽ മൈനസ് 1 പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ മൈനസ് 1. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എച്ചിന് 0 നമുക്ക് ഡയറക്റ്റ് ഇവിടെ കൊടുക്കാം. സോ മൈനസ് ഓഫ് 1 പ്ലസ് 0 സ്ക്വയർ മൈനസ് 1 ദാറ്റ് ഈസ് നമുക്കറിയാം ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2. കണ്ടോ? ഇപ്പോൾ ഇവിടെ നമുക്ക് RHL എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്. LHL എന്ന് പറഞ്ഞാലോ? LHL എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 0 ആണ്. അപ്പോൾ RHL മൈനസ് 2ലേക്ക് പോയി,
റൈറ്റ് സൈഡ് -2ലേക്ക് പോകുന്നു, ലെഫ്റ്റ് സൈഡ് അതായത് 1ന്റെ ലെഫ്റ്റ് സൈഡ് എക്സിന്റെ വാല്യൂ 1ലേക്ക് അടുക്കും തോറും ലെഫ്റ്റ് സൈഡ് 0ലേക്ക് പോകുന്നു. റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെയാണ് വരുന്നതെങ്കിൽ അതിന്റെ വാല്യൂ -2ലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം LHL RHL സെയിം അല്ല. ഇഫ് LHL നോട്ട് ഈക്വൽ ടു RHL ദെൻ എന്ത് സംഭവിക്കും? LHL RHL ഈക്വൽ ആയാൽ മാത്രമേ ഫംഗ്ഷന്റെ ലിമിറ്റ് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ LHL RHL സെയിം അല്ലാത്തതിനാൽ ലിമിറ്റ് നമുക്ക് എങ്ങനെ ലിമിറ്റ് x ടെൻസ് ടു 1 f of x ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലേ? ഇത് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റത്തില്ല, വരില്ല. x ടെൻസ് ടു 1 വരില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ഉണ്ടാകില്ല. നമുക്കതിൻ്റെ ഒരു ഓൾജിബ്രായിക്ക് ഇപ്പോൾ നമ്മൾ ഓൾജിബ്രായിക്കലിയാണ് ചെയ്തത്. നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ വ്യൂയിലേക്ക് ഒന്ന് പോകാം. ഇവിടെ ഫംഗ്ഷൻ കിടപ്പുണ്ട്, ഞാനിവിടെ അടിച്ചിട്ടുണ്ട് x² -1 if x less than or equal to 1 and minus of x² -1 if x greater than 1 means otherwise. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് നമുക്ക് ഈ ബ്ലൂ കളറിലൂടെ കാണുന്നത്, കണ്ടോ? ഇനി ഞാനൊരു പോയിന്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഫംഗ്ഷന് ഇവിടെ വെച്ച് ഒരു ബ്രേക്ക് ഉണ്ട് അല്ലെ? ഒരു ബ്രേക്ക് ഉണ്ട്. അതായത് x² ഇത് 1 ആണ്. 1നെ കഴിഞ്ഞ് ചെറുതാണെങ്കിൽ x² -1 ആണ്, കണ്ടോ? ഇതാണ് ഗ്രാഫ്. 1നെ കഴിഞ്ഞും ചെറുതാണ് മീൻസ് 1നെ കഴിഞ്ഞ് വലുതാണ് എക്സിന്റെ വാല്യൂ എങ്കിൽ ഇതിന്റെ കണ്ടോ -of x² -1 അത് ഇങ്ങനെയാ പോവാം, കണ്ടോ? ഇനി നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു പോയിന്റ് ആണ്, ഈ കർവിലുള്ളൊരു പോയിന്റ് ആണ്. ഈ കർവിലൂടെ ഈ പോയിന്റ് പതിയെ മൂവ് ചെയ്യാം. മൂവ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ വാല്യൂ ഇവിടെ നോക്കണേ, നമ്മൾ 1ലേക്ക് ഒന്ന് അടുപ്പിക്കുകയാണ്. ഇപ്പോൾ എക്സിന്റെ വാല്യൂ -2ലാണ്. -2ൽ നിന്ന് പതിയെ ഈ വാല്യൂ പതിയെ ഈ വാല്യൂ എന്ന് പറയുന്നത് ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അതായത് ഇപ്പം നമുക്കറിയാം -1ലാണ് എക്സിന്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത്, 0ലാണ് എക്സിന്റെ വാല്യൂ, അപ്പോൾ -1 ആണ്. ഇനി വീണ്ടും അത് പതിയെ അത് പോകുമ്പോൾ എന്താ സംഭവിക്കണം നിങ്ങൾ നോക്കിക്കോളൂ. പതിയെ അത് എക്സിന്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിൽ കൂടെ, അതായത് ഈ 1ന്റെ ലെഫ്റ്റ് സൈഡ്, ഇതാണ് 1ന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ, ഇതാണ് ഈ ചെറിയ വാല്യൂ, അതിനേക്കാളും ചെറിയ വാല്യൂസാണ്. ഈ 1ന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഈ വാല്യൂ എക്സിന്റെ വാല്യൂ ഇങ്ങനെ വന്ന് 0ലെത്തി, ഇപ്പോൾ 0.2ലെത്തി. ഇനി വന്ന് 1ലേക്ക് അടുക്കുക. x ടെൻസ് ടു 1 ഫ്രം ദ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ fxന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ y കോർഡിനേറ്റ് ആണ്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. അത് ഇപ്പോൾ 0.84 ആയി, -0.8 ആയി, വീണ്ടും കുറഞ്ഞു, -0.7 കുറഞ്ഞത് ഇപ്പോൾ ഇതാ 0യുടെ മീൻസ് എക്സിന്റെ വാല്യൂ 1നോട് വളരെ അടുത്തിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ 1നോട് അടുക്കുവാണ്. അപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0യോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 0യോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും. എക്സാക്ട് 1ലെത്തുമ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആകും. ഓക്കെ മക്കളെ? അപ്പോൾ മക്കളെ LHL ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ വാല്യൂ ഇങ്ങനെ നമുക്കറിയാം ഇതിങ്ങനെ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ പതിയെ മൂവ് ചെയ്ത് ഇത് 0യിലേക്കല്ല 1ലേക്ക് നമ്മുടെ ഈ എക്സ് എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1ലേക്ക് അടുക്കുന്നതായിട്ട് 0യിലേക്ക്, LHLന്റെ വാല്യൂ 0യിലേക്ക്. നമ്മൾ അതിൻ്റെ കോർഡിനേറ്റ് നോക്കിയാൽ y കോർഡിനേറ്റ് നോക്കിയാൽ മതിയാവും. y കോർഡിനേറ്റ് എന്ന് പറയുന്നതാണല്ലോ അതിൻ്റെ fxന്റെ വാല്യൂ. അപ്പോൾ അത് 0യിലേക്ക് അടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ LHL എന്ന് പറഞ്ഞാൽ 0 ആവുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ കോർഡിനേറ്റ് ഇവിടെ നോക്കിയാലും മതിയാവും. അത് ഇതിൻ്റെ വാല്യൂ 0യിലേക്ക് എത്തി. അപ്പം ഇത് വാല്യൂ നെഗറ്റീവാണ്. വീണ്ടും ഇത് 1ലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക, പതിയെ ഗ്രാജുവലി കൂടി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും 0യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 0യിലേക്ക് എത്തും. ഇനി നമുക്കിതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അത് എത്തി, അത് LHL എത്തി. ഇനി ഇപ്പോൾ ഇവിടെ എത്തി. ഓക്കെ, ഇനി ഞാൻ ഇതിനെ വീണ്ടും ഒന്നും കൂടെ ഒരു ആനിമേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഇപ്പുറത്തേക്ക് ചാടുന്നത് കാണാൻ സാധിക്കും, കണ്ടോ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1ന് അപ്പുറത്തേക്കുള്ള ഒരു വാല്യൂ ആണെങ്കിൽ ഇനി ഇവിടുന്ന് ഞാൻ പുറകിലേക്ക് പോവുക. പതിയെ വാല്യൂസ് നോക്കിക്കോളൂ. പതിയെ വാല്യൂസ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇത് 1.2 ആണ് എക്സിൻ്റെ വാല്യൂ, 1ന്റെ റൈറ്റ് സൈഡാണ്. അപ്പോൾ -2.44 ആണ്. കുറച്ചും കൂടെ കുറയ്ക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ കുറഞ്ഞ് പതിയെ ഇപ്പോൾ 1.15 ആയി. അപ്പോൾ -2.32 ആണ്. 1.11 ആയി എക്സിൻ്റെ വാല്യൂ. കുറച്ചും കൂടെ 1ലേക്ക് അടുക്കുകയാണ്. അപ്പോൾ -2.21 ആയി. അത് കുറച്ചും കൂടെ അത് അടുത്ത് കഴിഞ്ഞ് നമുക്ക് അത് ഇപ്പുറത്തേക്ക് പോന്നു. യെസ്, ഇപ്പോൾ 1.05 ആയി. അപ്പോൾ -2നോട് വളരെ ക്ലോസ് ആയി.
കുറച്ചും കൂടെ ആയി കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ക്ലോസ് ടു എന്തായി ഇത് പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോകുന്ന കാണാൻ സാധിക്കും. യെസ്, അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് മൈനസ് എക്സിന്റെ വാല്യൂ 2 നിന്ന് 1 എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഫ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ പോകുന്നത് കണ്ടോ. ഇപ്പൊ എക്സിന്റെ വാല്യൂ 1.12 ആയി, 1 കഴിഞ്ഞ് വലുതാണ്. -2 വളരെ ക്ലോസ് ആയി. കുറച്ചുകൂടെ പോകുമ്പോൾ വീണ്ടും കുറച്ചും കൂടെ -2 ക്ലോസ് ആയി. ഇപ്പോൾ അത് 1 മീൻസ് ഇത്തിരി കൂടെ മുമ്പോട്ട് വയ്ക്കോട്ടെ. യെസ്, കണ്ടോ മക്കളെ? യെസ്, -2 അടുത്തുകൊണ്ടിരിക്കുക കണ്ടോ. അപ്പോൾ ഇതാണ് ഈ എഫ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് RHL എന്ന് പറഞ്ഞാൽ -2 ആണെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ LHL എന്ന് പറഞ്ഞാൽ 0 ആണ്, RHL എന്ന് പറഞ്ഞാൽ -2 ആണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മക്കളെ. ഇതാണ് ഇവിടെ LHL RHL രണ്ടും 2 ഡിഫറെന്റ് വാല്യൂസാണ്. അതുകൊണ്ടാണ് ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ഉണ്ടാകില്ല എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ LHL 0 അടുക്കുന്നു, RHL -2 പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടാകില്ല. ഓക്കെ, ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 0 fx where fx is equal to mod x by x if x not equal to 0 and equal to 0 when x equal to 0. ഇവിടെയും ഫംഗ്ഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സിന്റെ വാല്യൂ 0 അല്ലെങ്കിൽ mod x by x ആണ്, ആൻഡ് 0 ആണെങ്കിൽ എക്സ് ആണ്, സോറി 0 ആണ്. അപ്പോൾ നമ്മളിവിടെ LHL സ്പ്ലിറ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ LHL കണ്ടുപിടിക്കും. LHL is equal to ലിമിറ്റ് ഫോർമുല ലിമിറ്റ് h tends to 0 f of a minus h. ഇവിടെ a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 0 ആണ്, ഇതാണ് വാല്യൂ. സോ ലിമിറ്റ് h tends to 0 f of 0 minus h എന്ന് പറഞ്ഞാൽ ലിമിറ്റ് h tends to 0 f of minus h ആണ് അല്ലെ. 0 minus h is minus h ആണ്. മൈനസ് h എന്ന് പറഞ്ഞാൽ 0 അല്ലല്ലോ, നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് ആണെങ്കിൽ mod x by x വരും. അപ്പോൾ -h ആണെങ്കിൽ മോഡുലസ് ഓഫ് -h ഡിവൈഡഡ് ബൈ -h എന്ന് വരും അല്ലേ. ലിമിറ്റ് h tends to 0, അതുകൊണ്ട് ലിമിറ്റ് h tends to 0. അത് ഇവിടെ x ആണെങ്കിൽ mod x by x വരും. ഇവിടെ -h ആണെങ്കിൽ മോഡുലസ് ഓഫ് -h ബൈ ഇവിടെ എന്ത് വരുന്നോ ആ സാധനം ഇവിടെ വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 മോഡുലസ് ഓഫ് -h എന്ന് പറഞ്ഞാൽ h തന്നെയാണ് അല്ലേ. കാരണം മോഡുലസ് എടുക്കുമ്പോൾ എപ്പോഴും ഇത് പോസിറ്റീവ് ആയിരിക്കുമല്ലോ. h എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. സോ h ബൈ -h, h വെച്ചും കട്ടായി പോകും, -1 എന്ന് വരും അല്ലേ. പിന്നെ നമുക്ക് h-ന്റെ വാല്യൂ എടുക്കാനില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ -1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ LHL എന്ന് പറഞ്ഞാൽ -1 ആയി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് RHL കണ്ടുപിടിക്കാം. RHL is equal to ലിമിറ്റ് ഫോർമുല ലിമിറ്റ് h tends to 0 f of a plus h ആണ്. ഇവിടെ a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ലിമിറ്റ് h tends to 0 f of 0 plus h ആണ്. 0 plus h എന്ന് പറഞ്ഞാൽ h തന്നെയാണല്ലോ, അപ്പോൾ നമുക്ക് അത്തരത്തിൽ റീപ്ലേസ് ചെയ്യാം. സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 f of h എന്ന് വരും. റൈറ്റ്, f of h ആണെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ലിമിറ്റ് h tends to 0 മോഡുലസ് ഓഫ് h ഡിവൈഡഡ് ബൈ h എന്ന് വരും. മോഡുലസ് ഓഫ് h എന്ന് പറഞ്ഞാൽ h പോസിറ്റീവ് ആയതുകൊണ്ട് h തന്നെയാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 h ബൈ h എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് RHL എന്ന് പറഞ്ഞാൽ 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. LHL നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദാറ്റ് ഈസ് -1 ആണ്. അപ്പോൾ LHL -1, RHL 1. അപ്പോൾ LHL RHL എവിടെയും ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം. സിൻസ് LHL നോട്ട് ഈക്വൽ ടു RHL ലിമിറ്റ് x tends to 0 f of x does not exist. നമുക്കറിയാം, ഒന്ന് -1 വന്നു, മറ്റൊന്ന് +1 പോകുന്നു. നമുക്ക് അതിന്റെ ഗ്രാഫ് ഒന്ന് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇവിടെയാണ് mod x is equal to fx is equal to mod x by x എന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ എക്സിന്റെ വാല്യൂ നമ്മുടെ 0യുടെ അടുത്താണെങ്കിൽ നമുക്കറിയാം 0 കണ്ടോ, എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ ഇതിന്റെ വാല്യൂ 0 ആണ് അല്ലേ. നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് അങ്ങനെയാണ്. എഫ് എക്സിന്റെ വാല്യൂ ഈക്വൽ ടു 0 വരുമ്പോൾ
ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് തന്നെ 0 തന്നെയാണ്. എക്സിൻ്റെ വാല്യൂ 0 വരുമ്പോൾ അല്ലാത്തപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതാണ് വന്നിരിക്കുന്നത്. നമ്മൾ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്, LHL എടുക്കുക. 0 ലെഫ്റ്റ് സൈഡാണ് കാണാൻ സാധിക്കും. അത് -1 പോകുന്നുണ്ട്, കണ്ട. ഇനി 0 വന്നപ്പോൾ 0 ആണ്. റൈറ്റ് സൈഡ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഇത് കണ്ടോ, 1 ആയിരിക്കും. അപ്പോൾ LHLും RHLും സെയിം അല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ മക്കളെ? യെസ്. ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ലിമിറ്റ് x tends to 0 fx where fx is equal to x by mod x when x not equal to 0, 0 when x equal to 0. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് LHL എടുക്കാം. LHL is equal to ലിമിറ്റ് a tends to 0 f of a minus h. a എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം 0 ആണ്. സോ ലിമിറ്റ് a tends to 0 f of 0 minus h. That is limit a tends to 0 f of minus h. That's equal to എക്സിൻ്റെ വാല്യൂ -h എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 ആണ്. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ആണെങ്കിൽ x by mod x വരും. അപ്പോൾ -h ആണെങ്കിൽ നമുക്ക് ആ വാല്യൂ അങ്ങ് എഴുതിയാൽ മതി. സോ ഇറ്റ് ഈസ് -h by modulus of -h. സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് a tends to 0 -h ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് -h എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് h തന്നെയായിരിക്കും വരിക, h എന്ന് വരും. ഇത് കട്ടായി പോയിട്ട് -1 എന്ന് വരും. അപ്പോൾ LHL -1. ഇതുപോലെ RHL കണ്ടുപിടിക്കാം. RHL is equal to ലിമിറ്റ് a tends to 0 f of a plus h എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് a tends to 0 f of 1 plus h, 1 അല്ല 0 plus h എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് h tends to 0 f of 0 plus h എന്ന് പറഞ്ഞാൽ h തന്നെ വരും. h ആണെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ x ആണെങ്കിൽ x by mod x വരും. അപ്പോൾ h ആണെങ്കിൽ h by mod h വരും. അപ്പോൾ ദാറ്റ് ഈസ് ലിമിറ്റ് a tends to 0 h by h എന്ന് വരും. മോഡുലസ് ഓഫ് h ഈസ് h തന്നെയാണല്ലോ, അപ്പോൾ 1 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്കറിയാം LHL -1 ആണ്, RHL +1 ആണ്. ഇവിടെയും LHL നോട്ട് ഈക്വൽ ടു RHL ആയതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ കൺക്ലൂഷൻ എഴുതാം. സിൻസ് LHL നോട്ട് ഈക്വൽ ടു RHL, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇവിടെ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ വ്യൂ ഉണ്ട്. x by mod x. നമ്മൾ എക്സിൻ്റെ വാല്യൂ 0ലേക്ക് അടുക്കും തോറും 0ലേക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ അപ്രോച്ച്. ഇതാണ് ലെഫ്റ്റ് സൈഡ്, 0യുടെ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലൂടെ അടുക്കും തോറും അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. ക്ലിയർലി -1 ആണ്. യെസ്. ഇനി 0 വരുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണ്. ഇനി റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇത് റൈറ്റ് സൈഡാണ്, അതിലൂടെ പുറകോട്ട് വരുവാണ്. അപ്പോൾ എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1ലേക്ക് എത്തുവാണ്. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ ഒരു ബ്രേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വന്ന് ബ്രേക്കായി പോകുന്നുണ്ട്. ഇതിൻ്റെ കാരണം LHLും RHLും സെയിം അല്ല. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ അത് -1ലേക്ക് എത്തും, റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ അത് +1ലേക്ക് എത്തും. രണ്ട് വഴിക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലിമിറ്റിംഗ് കേസ് ഉണ്ടാകില്ല. ഓക്കെ മക്കളെ? യെസ്. Here is the next question, question number 48. Find limit x tends to 0 fx and limit x tends to 1 fx. 0ലേക്ക് എടുക്കുമ്പോൾ fxന്റെ വാല്യൂ, 1ലേക്ക് എടുക്കുമ്പോൾ fxന്റെ വാല്യൂ, where fx is equal to 2x plus 3 if x less than or equal to 0 and 3 into x plus 1 if x greater than 0. അപ്പോൾ നമുക്ക് ആദ്യം ഈ 0ലെ കണ്ടുപിടിക്കാം. LHL at 0. അപ്പോൾ ഫോർമുല ഈസ് ലിമിറ്റ് a tends to 0 f of a minus h. a എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട് ലിമിറ്റ് a tends to 0 f of 0 minus h. That's equal to limit a tends to 0 f of minus h. മൈനസ് h എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ x ആണെങ്കിൽ 2x plus 3 വരും. അപ്പോൾ ഇവിടെ -h ആയതുകൊണ്ട് limit h tends to 0 2 into -h plus 3, റൈറ്റ്. അപ്പോൾ നമ്മൾ എച്ചിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 into 0 plus 3 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 3 എന്ന് വരും. അപ്പോൾ LHL at 0 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇനി നമുക്ക് ഇതുപോലെ RHL കണ്ടുപിടിക്കാം. RHL is equal to limit h tends to 0 f of 0 ആയതുകൊണ്ട് 0 plus h. So it is limit h tends to 0 f of h എന്ന് വരും, റൈറ്റ്. കാരണം 0 plus h is h ആണല്ലോ.
ഇനി എച്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് അല്ലേ, എച്ച് ഈസ് എ വെരി സ്മോൾ പോസിറ്റീവ് നമ്പർ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ എഫ് എക്സ് ആണെങ്കിൽ 3 × x പ്ലസ് എന്ന് വരും. അപ്പോൾ എച്ച് ആണെങ്കിൽ 3 × h പ്ലസ് 1. സോ ലിമിറ്റ് h ടെൻസ് ടു 0, 3 × h പ്ലസ് 1. നമ്മൾ എച്ചിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമുക്കറിയാം, ഇത് 0 ആവും. 3 × 1 ദാറ്റ്സ് ഈക്വൽ ടു 3 എന്ന് വരും. അപ്പോൾ ഇവിടെ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും എന്താണ്, സെയിം ആണ്. സോ എൽ എച്ച് എൽ അറ്റ് 0 ഈസ് ഈക്വൽ ടു ആർ എച്ച് എൽ അറ്റ് 0 ഈസ് ഈക്വൽ ടു 3. Therefore ലിമിറ്റ് x ടെൻസ് ടു 0 f of x exists. ഓക്കെ മക്കളെ, യെസ്, ദാറ്റ്സ് ദ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് x ടെൻസ് ടു 1 f x കണ്ടുപിടിക്കാം. അപ്പോൾ എൽ എച്ച് എൽ അറ്റ് 1 LHL at 1 is equal to, formula is the limit h tends to 0 f of a minus h ആണ്. എയുടെ സ്ഥാനത്ത് 1 ആയതുകൊണ്ട് ലിമിറ്റ് h tends to 0 f of 1 minus h എന്ന് വരും. 1 minus h എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 1നെ കഴിഞ്ഞും ചെറുതായിരിക്കും. h is a very small positive number. അതുകൊണ്ട് 1 minus h എന്ന് പറഞ്ഞാൽ 1നോട് അടുത്തായിരിക്കും. പക്ഷേ അത് 0യെ കഴിഞ്ഞും തീർച്ചയായിട്ടും എന്തായിരിക്കും, വലുതായിരിക്കും. 1നോട് വളരെ ക്ലോസ് ആയിരിക്കും, പക്ഷേ 0യെ കഴിഞ്ഞും വലുതായിരിക്കും. നമുക്കിവിടെ 0യിൽ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ 0യെ കഴിഞ്ഞും വലുതാണെങ്കിൽ തീർച്ചയായിട്ടും എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, 3 × x പ്ലസ് 1 വരും. അപ്പോൾ എഫ് ഓഫ് 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞാലോ 3 × x ഉള്ളിടത്ത് 1 മൈനസ് എച്ച് പ്ലസ് 1 എന്ന് വരും. അപ്പോൾ 3 × x ഉള്ളിടത്ത് 1 മൈനസ് എച്ച് പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ്. നമുക്കിവിടെ ഡയറക്റ്റ് എച്ചിന് നമുക്ക് എന്ത് കൊടുക്കാം, എച്ചിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എച്ചിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3 × 1 പ്ലസ് 1 എന്ന് വരും, കാരണം ഇത് 0 ആയിപ്പോയല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു 3 × 2 6 എന്ന് വരും. അപ്പോൾ എൽ എച്ച് എൽ എന്ന് പറഞ്ഞാൽ 6 ആയി. ഇനി നമുക്ക് ഇവിടുത്തെ ആർ എച്ച് എൽ ഒന്ന് കണ്ടുപിടിക്കാം. ആർ എച്ച് എൽ അറ്റ് 1 is equal to, ഫോർമുല പഴയ ഫോർമുല തന്നെ, ലിമിറ്റ് h ടെൻസ് ടു 0 f of a plus h. ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആയതുകൊണ്ട് ലിമിറ്റ് h ടെൻസ് ടു 0 f of 1 plus h. എഗെയിൻ 1 plus h എന്ന് പറഞ്ഞാൽ 1നെ കഴിഞ്ഞും വലുതാണ്. 1നെ കഴിഞ്ഞും വലുതാണെങ്കിലും നമ്മുടെ ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 0യിൽ വെച്ചിട്ടാണ്. അപ്പോൾ നാച്ചുറലി 1 plus h എന്ന് പറഞ്ഞാൽ 0യെ കഴിഞ്ഞും വലുതായിരിക്കും. 0യെ കഴിഞ്ഞും വലുതാണെങ്കിൽ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 × x പ്ലസ് 1 ആണ്. സോ 3 × 1 plus h പ്ലസ് 1 എന്ന് വരും അല്ലേ. 3 × 1 plus h പ്ലസ് 1. ഇവിടെ നമുക്ക് എച്ചിന് ഡയറക്റ്റ് 0 കൊടുക്കാം. അപ്പോൾ 3 × 1 plus 1 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന് വരും. അപ്പോൾ ഈ കേസിൽ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും സെയിം ആണ് അല്ലേ. എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും സെയിം ആണ്, അത് 6 ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ മക്കളെ, സോ എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ ഈക്വൽ ടു എഫ് ഓഫ് 1. Therefore limit x tends to 1 fx will exist. So that is the answer to the that question. അപ്പോൾ എൽ എച്ച് എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 6, ആർ എച്ച് എല്ലും 6 വന്നു. ഓക്കെ മക്കളെ, നമുക്കതിൻ്റെ ഒരു ഗ്രാഫിക്കൽ വ്യൂവിലേക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0യിൽ എടുക്കുവാണ്, 0യുടെ എൽ എച്ച് എടുക്കുകയാണ്. ഇപ്പോൾ 0യിൽ കഴിഞ്ഞ് ചെറുതാണല്ലോ, എക്സിൻ്റെ വാല്യൂ 0യിലേക്ക് അടുക്കുകയാണ്. 0യിലേക്ക് അടുക്കുമ്പോൾ എഫ് എക്സിന് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാൻ സാധിക്കും. കണ്ടോ, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ പതിയെ അത് വന്ന് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 2.8 ആയി. അത് 2.8 നിന്ന് അത് 3യിലേക്ക് എത്തുക, 2.9 ആയി, 3 ആയി. അപ്പോൾ എൽ എച്ച് എൽ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇനി നമുക്ക് അതിൻ്റെ ആർ എച്ച് എല്ലിലേക്ക് നോക്കാം. ഇതിപ്പോൾ 1നെ കഴിഞ്ഞ് 1ൻ്റെ റൈറ്റ് സൈഡാണ്, സോറി 0യുടെ റൈറ്റ് സൈഡാണ്. 0യ്ക്ക് കഴിഞ്ഞും അതിൻ്റെ ആർ എച്ച് എൽ ആണ്. അപ്പോൾ പുറകിലേക്ക് വരികയാണ്. പുറകിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും ഇപ്പോൾ 0.5 ആയി, ക്ലോസ് ടു 0 ആയി. അപ്പോൾ 4.5 ആയി. കുറച്ചും കൂടെ കുറയുമ്പം വീണ്ടും അത് അങ്ങനെ വന്ന് കുറഞ്ഞത് 0യിലേക്ക് എടുക്കുകയാണ് എക്സിൻ്റെ വാല്യൂ. ഇതുണ്ടോ, എക്സിൻ്റെ വാല്യൂ 0യിലേക്ക് എടുക്കുമ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ 3യിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 3.6 ആയി, 3.45 ആയി, 3.33 ആയി, 3.15 ആയി, അവസാനം അത് 3 ആയി. അപ്പോൾ ഇവിടെ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും സെയിം ആണ്, 3 ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതുപോലെ 1 ഒന്ന് നോക്കാം. 1ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതാണല്ലോ ഈ 1 എന്നുള്ള പോയിന്റ്. 1ൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 1ലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ 0.7 ആയുള്ളൂ. അപ്പോൾ 5.1 ആയി, 0.75 5.25 ആയി, 0.8 5.4 ആയി. വീണ്ടും കൂടി അത് എൽ എച്ച് എൽ മീൻസ് എക്സിൻ്റെ വാല്യൂ 1ലേക്ക് എടുക്കുമ്പോൾ
എഫ് എക്സിൻ്റെ വാല്യൂ 6ലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് തന്നെ ഇത്രയും കൂടെ ആർച്ചൽ നോക്കാം. 1ൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡാണ്, അവിടുന്ന് പുറകോട്ട് വരികയാണ്. പുറകോട്ട് വരുമ്പോൾ ഇപ്പോൾ 1.25 ആണ്, 1 ആയിട്ടില്ല, 6.75, 1.2 6.6, 1.15 6.45, കുറഞ്ഞ് അത് 6ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 1ൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഒരേ ടെൻഡൻസിയാണ് കാണിക്കുന്നത്, രണ്ടും 6ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ LHLും RHLും അവിടെ സെയിം ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നാലും റൈറ്റ് സൈഡിൽ നിന്ന് വന്നാലും ലിമിറ്റ് സെയിം ആയിട്ട് കിട്ടും. ഓക്കെ മക്കളെ, അപ്പോൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് അതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ള ആ വ്യൂ, മീൻസ് അതിൻ്റെ മീനിങ് ഇതാണ്. ഓക്കെ, അപ്പോൾ മക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് വീണ്ടും ചെയ്ത് പഠിക്കുക. കാരണം ഇതിൻ്റെ മെത്തേഡ് എല്ലാം സെയിം ആണ്. LHLും RHLും കണ്ടുപിടിക്കുന്നത് മെത്തേഡ് എല്ലാം സെയിം ആണ്. അന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല അടുത്തൊരു ഏരിയയും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അതുവരെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, സുഖമായിട്ടിരിക്കുക, സൗഖ്യമായിട്ടിരിക്കുക. അടുത്ത ദിവസം വീണ്ടും കാണാം. Till then, have a nice day. Goodbye.